നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. തുലാമാസ വാവ് തിരുനാവായിൽ ബലിതർപ്പണം നടത്താൻ ആയിരങ്ങളെത്തി. കർക്കിടക വാവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ബലിയിടാൻ ഇവിടെ എത്തുന്നത് തുലാമാസ വാവിനാണ്. പരപ്പനങ്ങാടി ചീർപ്പിങ്ങൽ ന്യൂക്കട്ട് പാലം നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 4 വർഷം കൊണ്ട് 149 പാലങ്ങളാണ് സാധ്യമാക്കാൻ പോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. യുവഗായകൻ ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് തിരൂരിൽ അരങ്ങേറി. തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലായിരുന്നു ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് അരങ്ങേറിയത്. തിരൂർ ചെമ്പ്ര നിവാസികളുടെ പ്രധാന ആവശ്യമായ വെണ്ണീറ്റിക്കടവ് കുളിക്കടവ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് റോഡ് കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിയാപുരം നവയുഗ് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയ പുനർജീവന മാർഗങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ MN അബ്ദുറഹിമാൻ ക്ലാസിന് നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താൻ നവാമുകുന്ദ ക്ഷേത്രത്തിന് മുൻപിലെ നിള നദിക്കടവിൽ ആയിരങ്ങളെത്തി. കർക്കിടവാവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ബലിയിടാൻ ഇവിടെ എത്തുന്നത് തുലാമാസ വാവിനാണ്. കടവുകളിൽ കർമ്മികളും പരികർമ്മികളും ചേർന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. പുലർച്ചെ 2 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബലിപീഠത്തിനായിക്കൊണ്ട് ഏതന്മേ നാനിമുഖശ്രാർത്ഥം വിശ്വഭ്യോ ദേവേഭ്യ പിതൃപിതാമഹേഭ്യ ഇതങ്ങനെ വലത് കയ്യിൽ അങ്ങോട്ട് ആക്കും. എല്ലാവരും വലത് കയ്യിൽ പിടിച്ചോ. നമ്മള് അത് ഇതങ്ങനെ ഹൃദയത്തോട് ഇതങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. നമ്മള് ചേർത്ത് പിടിച്ചില്ലേ, വലത് കയ്യിൽ അങ്ങോട്ട് ആക്കി ചേർത്ത് പിടിക്കാം. ഇടത് കൈയൊന്ന് അതിന്റെ ഒപ്പം അങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കണം. നമ്മള് 16 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വാഹനങ്ങളെയും ജനക്കൂട്ടത്തെയും പോലീസ് നിയന്ത്രിച്ചപ്പോൾ മുങ്ങൽ വിദഗ്ധരും തോണികളുമായി പുഴയിൽ അഗ്നിരക്ഷാസേനയും സുരക്ഷയൊരുക്കി. തർപ്പണത്തിനു ശേഷം നവാമുകുന്ദനെ വണങ്ങി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെത്തിയ ഭക്തർക്ക് ദേവസ്വം പ്രഭാതഭക്ഷണവും ഒരുക്കിയിരുന്നു. വെട്ടം ന്യൂസ് തിരുനാവായ. പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ചീർപ്പിങ്ങൽ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്നും 4 വർഷം കൊണ്ട് 149 പാലങ്ങളാണ് സാധ്യമാക്കാൻ പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പരപ്പനങ്ങാടി HS റോഡിനെയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ചീർപ്പിങ്ങൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലസേചന വകുപ്പ് നിർമ്മിച്ച നിലവിലുള്ള നടപ്പാലത്തിന്റെ അപ്സ്ട്രീം സൈഡിലാണ് 2 വരി വാഹനങ്ങൾ കടന്നുപോകാനാകുന്ന തരത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. 92 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. കൂടാതെ പാലത്തിങ്ങൽ ഭാഗത്തും ചീർപ്പിങ്ങൽ ഭാഗത്തും 170 മീറ്റർ നീളത്തിലുള്ള അപ്രോച്ച് റോഡും പദ്ധതിയിലുണ്ട്. പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ടൂറിസം പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ അധികം വൈകാതെ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. വൈദ്യവേളയിൽ പ്രതികൂല കാലാവസ്ഥയിലും മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒന്നിപ്പിച്ചു എല്ലാവരും പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ MLA ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് നോക്കിയിട്ടല്ല LDF സർക്കാർ ഇടപെടുന്നത്. നാടിന് ആവശ്യമാണോ പദ്ധതി എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും. അതിനിയും ആ നില തന്നെ തുടരും. PWD പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലിൽ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ന്യൂ കട്ട് പഴയപാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡലം MLA KPA മജീദ് അധ്യക്ഷനായി. ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്, പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ്, വൈസ് ചെയർപേഴ്സൺ BP ഷാഹിദ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വെട്ടന്യൂസ് പരപ്പനങ്ങാടി. യുവഗായകൻ ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് തിരൂരിൽ അരങ്ങേറി. തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലായിരുന്നു ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് അരങ്ങേറിയത്. മഴയിലും ആരാധകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു യുവഗായകൻ ഹനാൻ ഷായുടെയും സംഘത്തിന്റെയും സംഗീത പരിപാടികൾ അരങ്ങേറിയത്. മഴ വകവെക്കാതെ ആരാധകർ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഹനാൻ ഷായുടെയും മറ്റു ഗായകരുടെയും പാട്ടുകൾ നിറകൈയോടെയും ആർജവത്തോടെയും കൂടിയാണ് ആരാധകർ സ്വീകരിച്ചത്. വെട്ടന്യൂസ് തിരൂർ. തിരൂർ നഗരസഭയിലെ വാർഡ് 7 ചെമ്പ്ര നിവാസികളുടെ പ്രധാന ആവശ്യമായ വെണ്ണീറ്റിക്കടവ് കുളിക്കടവ് നാടിന് സമർപ്പിച്ചു. തുമ്മരക്കാവ് വെണ്ണീറ്റിക്കടവ് കുളിക്കടവ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. കാട്ടിലപ്പറമ്പിൽ റുക്കിയ എന്നവർ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുനൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ കുളിക്കടവിലേക്കുള്ള നടപ്പാത നിർമ്മിച്ചത്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഉത്സവഛായയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KK അബ്ദുസലാം മാസ്റ്റർ, റസിയ, ഫാത്തിമത്ത് സജിന, വാർഡ് കൗൺസിലർ പ്രസന്ന പയ്യപ്പന്ത, കൊക്കോടി മൊയ്തീൻകുട്ടി, യാസർ പയ്യോളി, രാജൻ പയ്യാപ്പന്ത, മുസ്തഫ നൊടിയിൽ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. പൊതുമരാമത്ത് റോഡുകളുടെ അനധികൃത കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽപ്പാറയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തലപ്പാറ ചെമ്മാട് റോഡിൽ മുട്ടിച്ചിറ മുതൽ പാറക്കടവ് വരെയുള്ള ചില സ്ഥലങ്ങളിൽ PWD റോഡ് അനധികൃതമായി കയ്യേറ്റം ചെയ്തതിനാൽ റോഡ് വീതി കുറഞ്ഞ് വാഹനഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നതായും ഇതുമൂലം ഈ ഭാഗങ്ങളിൽ കാൽനടയാത്രക്കാർ നിരവധി അപകടങ്ങളിൽപ്പെടുന്നതായും ചൂണ്ടിക്കാണിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽപ്പാറയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമായി PWD റോഡുകളിൽ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങളും തടസ്സങ്ങളും നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുന്നിയൂർ ഹൈസ്കൂൾ, മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, GMUP സ്കൂൾ പാറക്കടവ്, ആലിൻ ചുവട് മദ്രസ, നിബ്രാസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിനു വേണ്ടി പാറക്കടവ് മുതൽ മുട്ടിച്ചിറ വരെ ഫുട്പാത്ത് നിർമ്മിക്കണമെന്നും മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണമ്മൽ ഷംസുദ്ദീൻ, VP ബാവ, കൊല്ലഞ്ചേരി മുഹമ്മദ് കോയ, CM ഷെരീഫ് മാസ്റ്റർ എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. വെട്ടന്യൂസ് പരപ്പനങ്ങാടി. പരിയാപുരം നവയുഗ് ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയ പുനർജീവന മാർഗങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ MN അബ്ദുറഹിമാൻ ക്ലാസിന് നേതൃത്വം നൽകി. പരിയാപുരം നവയുഗ് ഹെൽത്ത് ക്ലബ്ബ് ഹൃദയ പുനർജീവന മാർഗങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസ്സിൽ ഡെമ്മി ഉപയോഗിച്ച് ഡോക്ടർ MN അബ്ദുറഹിമാൻ പരിശീലനം നൽകി. VEM അയ്യൂബ്, K സുശീലൻ, P മുരളീധരൻ, സുഹറ, ഖദീജ, ഫാത്തിമ എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് ബിപിയങ്ങാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.